അപ്പോൾ ഡയറിയുടെ കാര്യം പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ആ കുൽസിത പ്രവൃത്തിയിലോട്ട് നമുക്ക് പിന്നീട് കിടക്കാം. കുൽസിത പ്രവൃത്തിയല്ല നിങ്ങൾ അതിന് കാണുന്നത്. ഫസ്മിനയുടെ ജീവിതത്തിൽ ഇപ്പൊ എന്താണ് നടക്കുന്നത്? ഫസ്മിന ആളുടെ കൂടെ പോയി, ഫസ്മിന ലല്ലു ഉള്ളപ്പോ വേറെ ആളുടെ കൂടെ പോയ, ഫസ്മിന കഞ്ചാവാണ്, ഫസ്മിന കല്ലാണ്, ഫസ്മിന സ്കോറാണ്, ഫസ്മിന മറ്റതാണ്. ഡ്യൂഡ്, കേരളത്തിലെ ഗോൾഡിന്റെ വിലയേക്കാളും കൂടുതലാണ് ഇപ്പൊ ഫസ്മിനയുടെ ഡയറിയിൽ എന്താണ് നടക്കുന്നതെന്ന് കാണാൻ. അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ അത്രയും ഇൻട്രസ്റ്റഡ് ആണ് കുൽസിതപരമായിട്ടുള്ള കാര്യങ്ങൾ. ഒരാളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ട്രാജഡി അത്രയും കുൽസിതപരമായിട്ട് കാണാൻ ഭയങ്കര ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ജനക്കൂട്ടമാണ് കേരള സമൂഹം. ഇത്രയും കാലം പിന്നെ നീ ലല്ലൂബിൻ്റെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതേ കുൽസിതം തന്നെയല്ലേ? ഇതേ കുൽസിതം വെച്ചിട്ട് തന്നെയല്ലേ നീ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നേ? അല്ലാണ്ട് ലല്ലുബി ഹജ്ജിന് പോയി, ലല്ലുമ്പി പള്ളിയിൽ പോയി, ലല്ലുമ്പി എണീറ്റു, ലല്ലുമ്പി പിന്നെ എന്തുവാ നോമ്പെടുത്തു എന്നുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഈ ലല്ലു എന്ന് പറയുന്ന വ്യക്തി അവൻ്റെ പേഴ്സണൽ ലൈഫ്, അവൻ്റെ കുളിസിതം, അവൻ കണ്ട പെണ്ണുങ്ങളുടെ കൂടെ പോയതും കണ്ടതും മറിച്ചതും എല്ലാം വെച്ചിട്ട് തന്നെയല്ലേ നീ സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കിയത്. അപ്പോൾ ഒന്നും നിനക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ആ സമയത്തൊക്കെ ഇങ്ങോട്ടെന്ന് പറഞ്ഞു നിന്നിട്ട് സ്വന്തം കാര്യം പുറത്ത് വന്നപ്പോൾ ഇത് ചോദിച്ചവർക്ക് കുറ്റം. അല്ലേലും ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്തായ കാണാൻ നല്ല ചേലായിരിക്കും. സ്വന്തം അമ്മയ്ക്ക് വരുമ്പോഴാണല്ലോ അല്ലേ അതിൻ്റെ പ്രശ്നം അറിയുന്നത്. കണ്ടവൻ്റെ ലൈഫ് വെച്ചിട്ട്, കണ്ടവൻ്റെ കുളിസിതം വെച്ചിട്ട് ഇത്രയും നാളും ആറുമാതിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല. സ്വന്തം കാര്യം പുറത്ത് വന്നപ്പോൾ ആഹാ ഏഹേ ഓഹോ. കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ട് ബ്രോ, ഐ ലിവ്ഡ് വിത്ത് കാണ്ടാമൃഗം. സോ കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ട് ഉണ്ടാവും. ഇത് കാണുന്നവർ ലല്ലു ഒരു കാണ്ടാമൃഗമാണ്, അവൻ്റെ കൂടെ താമസിച്ചുകൊണ്ടാണ് എനിക്ക് കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടി, ഇതല്ലേ നീ പറഞ്ഞു വരുന്നത്? അപ്പം ലല്ലു ഒരു അവിഹിത വീരനായിരുന്നു. അപ്പം നിന്റെ കയ്യിലും കുറേ അവിഹിതങ്ങൾ ഉണ്ടാവുമല്ലേ? അല്ല, അവൻ്റെ കൂടെ താമസിച്ച് അവൻ്റെ സ്വഭാവമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിനക്ക് ഒരുപാട് അവിഹിതങ്ങൾ ഉണ്ടാവും എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഒരാളുടെ കൂടെ താമസിച്ച് അയാളുടെ സ്വഭാവം കിട്ടുവാണെങ്കിൽ അയാളുടെ നല്ല സ്വഭാവം കിട്ടും, ചീത്ത സ്വഭാവവും കിട്ടും. അപ്പോൾ പിന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ഈ അവിഹിതവും കിട്ടിക്കാണും. അപ്പോൾ പിന്നെ ഡയറി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരിക്കും അല്ലേ? അപ്പോൾ പിന്നെ ഇനി ഇതിനെക്കുറിച്ച് പുതിയ എക്സ്പ്ലനേഷനൊക്കെ വേണം തോന്നുന്നില്ല. എന്തായാലും അവൻ്റെ എല്ലാ സ്വഭാവം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ സ്വഭാവം കിട്ടിക്കാണും. അപ്പോൾ ഡയറിയിൽ എഴുതിയ കാര്യം സത്യമായിരിക്കും. എന്തൊരു അഹങ്കാരമാണ്, നമുക്കിത് തന്നെ വേണമെന്ന്. എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. ബിക്കോസ് ഐ ലിവ്ഡ് എ ലൈഫ് വേർ സ്വന്തം ഹസ്ബൻഡ് മീഡിയയുടെ മുന്നിൽ പോയിട്ട് പ്രഗ്നൻസി എൻ്റെ അല്ലായിരുന്നു എന്ന് പറഞ്ഞ അത്രയും അതിൽ കൂടുതൽ അത് സഹിച്ചിട്ടുള്ള തൊലിക്കെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കമന്റ്സ് ഇതാവുന്ന തൊലിക്കെട്ടുണ്ടോ? ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും പെൺപിള്ളേര്, ഓക്കെ, ഇഫ് യു ആർ മാരീഡ് ആൻഡ് യു ഹാവ് എ ചൈൽഡ് ആൻഡ് അറ്റ് വൺ പോയിന്റ് നിങ്ങളുടെ ഹസ്ബൻഡ് പറയുന്നത് എൻ്റെ കുട്ടിയല്ല വേറെ ആരുടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് താങ്ങാൻ പറ്റുന്ന ആലോചിച്ചാൽ മതി. അപ്പൊ അത്ര ഉള്ളൊരു കാര്യം ഞാൻ താങ്ങിയിട്ടുണ്ടെങ്കിൽ ഐ ഫീൽ വെരി പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഭയങ്കര പ്രൗഡാ. കല്യാണം കഴിക്കാൻ പോകുന്നവൻ്റെ കൊച്ചാണെന്ന് പറയുന്നു, എന്നിട്ട് ആ കൊച്ചിനെ കൊണ്ടുപോയി അബോർഷൻ ചെയ്യുന്നു. അത് ഭയങ്കര പ്രൗഡായിട്ട് സോഷ്യൽ മീഡിയയിലെ മുന്നിൽ വന്ന് നിന്ന് പറയുന്നു. കൈയടിക്കണം സുഹൃത്തുക്കളെ, കൈയടിക്കണം. നമ്മളൊക്കെ ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളെ പരിചയപ്പെട്ട് സംസാരിച്ച് ഒരു 1-2 വർഷമൊക്കെ എടുക്കുമായിരിക്കും. പോട്ടെ, ഒരു 6 മാസമെങ്കിലും മാക്സിമം എടുത്തിട്ടായിരിക്കും നെക്സ്റ്റ് ഒരു സ്റ്റെപ്പിലോട്ട് പോകുന്നത്. ഇത് ഒരാളെ കണ്ടു, അടുത്ത ആഴ്ച ഒപ്പരം താമസിക്കാൻ തുടങ്ങി, പ്രഗ്നൻ്റായി, കല്യാണത്തിന് മുമ്പ് ആ കൊച്ചിനെ അബോർട്ട് ചെയ്തു, എന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് പ്രൗഡാണെന്ന് പറയുന്നു. ഈ ലല്ലുവിൻ്റെ കൊച്ച് തന്നെ ആയിരുന്നില്ലേ അത്? പിന്നെ എന്തിനാ അതിനെ അബോർട്ട് ചെയ്തത്? ആ ഒരു ചോദ്യത്തിൽ ഇപ്പോഴും നിൽക്കുവാണ്. എടി, നീ കല്യാണം കഴിക്കാൻ പോകുന്ന ലല്ലുവിനെ തന്നെയല്ലേ? 1 മാസത്തിൻ്റെ ഡിഫറൻസിലായിരിക്കും കൊച്ചുണ്ടാവാൻ പോകുന്നത്, അതായത് പ്രസവിക്കാൻ പോകുന്നത്. ഇപ്പം എത്രയോ കല്യാണങ്ങൾ അങ്ങനെ കഴിയുന്നു. ഈ ലല്ലുവിൻ്റെ കൊച്ചായിരുന്നെങ്കിൽ പിന്നെ എന്തിനു നീ അബോർഷൻ ചെയ്തു? നീ പറയുന്നു ലല്ലു പറഞ്ഞിട്ടാണെന്ന്. നിനക്ക് അവിടെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായിരുന്നില്ല? കൂടാണ്ട് ഇത്രയും ഇതിൽ നിൽക്കുന്നൊരു കാര്യം, അതായത് ഈ പ്രഗ്നൻസി എന്നൊക്കെ ഉള്ള ഒരു കാര്യം അത്രയും ഒരാളെ ടച്ച് ചെയ്യുന്ന ടോപ്പിക്കാണ്. എന്ന് വെച്ചാൽ നമുക്ക് എന്താ എനിക്ക് പറയേണ്ട അറിയില്ല. ഭയങ്കര ടച്ചിങ് ആയതുകൊണ്ടായിരിക്കും ആ കൊച്ചിനെ ഇല്ലാണ്ടാക്കിയത്. ഇത്രയും നാൾ ഇട്ട വീഡിയോസ് നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ഇത്രയും നാൾ അവനെ പറ്റി ഇട്ട ഒരു വീഡിയോസിൽ പോലും ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു, അവൻ എന്നെ കൊണ്ട് അബോർഷൻ ആക്കി, അവൻ എന്നെ ഇതാക്കിയെന്ന് ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഐ കെപ്റ്റ് മൈ വേർഡ്. ഞാൻ അവർക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു. ആൻഡ് ഓൾറെഡി ഒരു കേസ് കൊടുത്തുകൊണ്ടും കൂടെ ഞാൻ ആ കാര്യം സംസാരിച്ചിട്ടേ ഇല്ല. അബോർഷൻ ചെയ്ത കാര്യം ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല. ദാറ്റ് വാസ് ഫോർ ബോത്ത് ഓഫ് us. ഞാൻ രണ്ടുപേരെ ഓർത്തിട്ട് ചെയ്ത ഒരു കാര്യമാണ്. പക്ഷെ ഇവൻ ഈ തന്തയില്ലാത്തവൻ അത് പോയി പബ്ലിക്കലി ഇരുന്ന് പറഞ്ഞു, അതും ഭയങ്കര പ്രൗഡായിട്ട് അവൻ്റെ അല്ലെന്ന്. അപ്പൊ ഇനി എനിക്കത് പറയാണ്ടിരിക്കാൻ, എനിക്ക് ക്ലിയർ ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഐ എം വെരി സോറി ടു ഹിസ് പേരൻസ്, ടു ഹിസ് മദർ. എനിക്കത് ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് നിങ്ങളുടെ മോൻ വന്നിട്ട് ഇത്രയും വലിയൊരു ആക്ഷേപണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. വാക്ക് തേങ്ങ കൊല്ല.
ഇതെങ്ങാനും നീ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓൾറെഡി നിനക്കിത് നെഗറ്റീവായിട്ടേ വരത്തുള്ളൂ, അതുകൊണ്ട് നീ പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടെ വന്നിരുന്നിട്ട് സെൻറ്റിമെൻറ്റ്സ്, കോപ്പ്, തേങ്ങാക്കൊല, മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ മണ്ടന്മാരല്ല ചുറ്റും നിൽക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ 2 വീക്സിൽ പ്രഗ്നന്റ് ആവില്ല എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരം. അത് പോട്ടെ, ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല, ആ പച്ച കളത്തിലോട്ട് ഞാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ നടന്ന സംഭവം ഞാൻ പറയാം. നവംബർ 12-നാണ് ഞങ്ങൾ റിലേഷൻ ആയത്. നവംബർ 12-ന് റിലേഷൻ ആയി. ഒരുമിച്ച് താമസിച്ചെന്ന് ഇവൻ ഇപ്പം ഈ ക്ലിപ്പിൽ സമ്മതിക്കുന്നുണ്ട്. ഇവൻ ഇത്ര നാൾ ഒരുമിച്ച് താമസിച്ചെന്ന് സമ്മതിച്ചിട്ടില്ലായിരുന്നു. നിന്റെ വായിൽ തന്നെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കുട്ട. സോ ഒരുമിച്ച് താമസിച്ചു. നവംബർ 12 തൊട്ടിട്ട് നമ്മൾ ഒരുമിച്ചാണ്. നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ആണ് നിക്കാഹ്. 3 മാസം നമ്മൾ ഒരുമിച്ചാണ് നിന്നിട്ടുള്ളത്. വീട്ടുകാരൊന്നും പറയാറില്ലേ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഒരു ചെറുക്കൻ്റെ കൂടെ പോയിട്ട് 3-4 മാസം താമസിക്കുന്നു എന്ന് പറയുമ്പം പൊതുവേ വീട്ടുകാർ അതിനെ എതിർക്കേണ്ടതാണ്? അതോ ഇനി ന്യൂ ജനറേഷൻ പാരൻസ് ആണോ കുഴപ്പമില്ല മക്കൾ പോയി താമസിച്ചോ എന്നുള്ളത്? അങ്ങനെയാണെങ്കിൽ ഓക്കെ ഫൈൻ. പഴയ ജനറേഷനിലുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇതൊരു എതിർപ്പ് വരേണ്ടതാണ്. അപ്പോൾ നവംബർ, ഡിസംബർ, ജാനുവരി 3 മാസം ഒരുമിച്ച് നിന്ന് ജാനുവരി നമ്മൾ കോഴിക്കോടാണ് ഇതിന് പോയത് ന്യൂ ഇയർ ആഘോഷിക്കാൻ കോഴിക്കോട് പോയി. അപ്പോൾ എനിക്ക് എന്തോ ഐ വാസ് നോട്ട് ഫീലിംഗ് ഗുഡ്. എനിക്ക് എന്തോ അവിടെ ഇവിടെ ഒരു മിസ്സിങ് അങ്ങനെ എനിക്ക് തോന്നി എന്തോ ഉണ്ടെന്ന്. ബിക്കോസ് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് കഴിക്കുന്ന ഫുഡിൽ നിന്ന് ഒരുമാതിരി എന്തോ ബോഡി മൊത്തത്തിൽ തളർച്ച. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നു പറഞ്ഞു. ജാനുവരി 1 നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോയി ന്യൂ ഇയർ ഇതെല്ലാം ആഘോഷിച്ച് വടക്കം പൊട്ടിക്കുന്നൊക്കെ കണ്ട സന്തോഷത്തിൽ വന്നു കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. റൂമിലെത്തിയിട്ട് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും പോസിറ്റീവ് ആയിരുന്നു. ഓക്കെ, പോസിറ്റീവ് ആയിരുന്നപ്പോഴത്തേക്കും ഹി വാസ് വെരി ഹാപ്പി. ഒന്നോ ഞാൻ വാപ്പ ആവാൻ പോകുന്നത്, ഞാൻ അതാവാൻ പോകുന്നത്, ഇതാവാൻ പോകുന്നത്, ഭയങ്കര മാനിപ്പുലേഷൻ. അപ്പം സത്യം പറഞ്ഞാൽ ഫ്രം മൈ സൈഡ് ഐ വാസ് സ്റ്റക്ക്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എനിക്ക് വീട്ടിൽ പറയണമെന്ന് അറിയത്തില്ല. ബിക്കോസ് നെക്സ്റ്റ് മന്ത് നിക്കാഹ് ഉറപ്പിച്ച് വെച്ചേക്കാണ്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ബിക്കോസ് ഫാമിലി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. എൻ്റെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്കാണ്. കല്യാണത്തിന് മുന്നേ പ്രഗ്നന്റ് ആയി, ഞാൻ എവിടെയും ന്യായീകരിക്കുന്നില്ല. പക്ഷെ അങ്ങനെ പറ്റിപ്പോയി. എന്നിരുന്നാലും ഐ വാസ് ഓക്കെ. ബിക്കോസ് ആ ആളെ തന്നെയാണല്ലോ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നത്. നിക്കാഹ് കഴിക്കുന്ന ആ ആളെ തന്നെയാണ്. ഇറ്റ്സ് ജസ്റ്റ് 1 month ഡിഫറൻസ്. ആ ആളെ തന്നെ നിക്കാഹ് കഴിച്ചെന്നു, ആ ആളുടെ തന്നെ കുട്ടിയാണല്ലോ. അപ്പോൾ പിന്നെ അത് തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. സോ ഐ വാസ് ഓക്കെ. ഞാൻ അങ്ങനെ റിലാക്സ് ചെയ്തു. വീട്ടിൽ പറഞ്ഞ് എങ്ങനെയും സംസാരിച്ച് സമ്മതിപ്പിക്കാന്നൊക്കെ ഓർത്തു. ആൻഡ് ഹി വാസ് ലൈക്ക് നമുക്കിത് കളയണ്ട, നമുക്ക് ഇതാക്കണ്ട. ഞാൻ ആദ്യം അവനോട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇല്ലല്ലോ നീ ഓക്കെ ആണോ? ആൻഡ് ഹി വാസ് ലൈക്ക് ഞാൻ ഓക്കെ ആണ്, ഐ എം ഡബിൾ ഹാപ്പി എന്ന് പറഞ്ഞ് കണ്ണിനൊക്കെ വെള്ളം വരുന്ന പോലെ അഭിനയിച്ചു. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട്ടുള്ള ഹോസ്പിറ്റൽ സെർച്ച് ചെയ്തു. സോ ആ ഹോസ്പിറ്റലിൽ ഫോട്ടോ എവിടെ കൊടുക്കാം. ഇതാണ് ആ ഹോസ്പിറ്റൽ, കൊക്കോരി. ഈ ഹോസ്പിറ്റൽ ആർക്ക് വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാം. ഞാൻ വിളിക്കുന്ന റെക്കോർഡ് എവിടെ എന്തെങ്കിലും വെക്കാം. സോ ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോഴത്തേക്കും നമ്മൾ ബുക്കിംഗ് എടുത്തു. അങ്ങനെ ഈ ഹോസ്പിറ്റലിൽ പോയി. ജാനുവരി തന്നെയാണ് ഹോസ്പിറ്റലിൽ പോയത്. റെക്കോർഡിംഗ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തപ്പോഴത്തേക്കും 3 weeks പ്രഗ്നന്റ്. ഓക്കെ, 3 weeks. ജാനുവരി 1 പ്രഗ്നന്റ് ആയിട്ട് ജാനുവരി 6 സംതിങ് ആണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. 3 weeks ആയിട്ടുള്ളൂ. 3 weeks എന്ന് പറയുമ്പോഴത്തേക്കും ഡിസംബറിൽ നിന്റെ കുട്ടി അല്ലാണ്ട് പിന്നെ നിന്റെ ഉപ്പപ്പാടെ കുട്ടി വരുവാണ് എൻ്റെ വയറ്റില്. പച്ചക്കള്ളം. ഈ വോമിറ്റിങ് കോപ്പൊക്കെ വരണമെങ്കിൽ 5ാമത്തെ വീക്ക് എടുക്കണം. ഇത് 3ാമത്തെ വീക്ക് തന്നെ വോമിറ്റിങ്ങും കോപ്പൊക്കെ വരണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യരുടെ കാര്യം 5 ആഴ്ചയൊക്കെ എടുക്കും. ഇതേതാ ഏലിയൻ എങ്ങാണ്ട് ഉണ്ടായതാന്ന് തോന്നുന്നു. കാണുന്ന സ്ത്രീകൾ മന്ദബുദ്ധിയൊന്നും അല്ല ഫസ്മീനെ. ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന അമ്മമാരുണ്ടാവും, അവർക്കറിയാം ഈ ഡീറ്റെയിൽ ആയിട്ട്. സ്വയം ന്യായീകരിച്ച് മെഴുകാൻ വന്നിട്ട് ഇപ്പോൾ വീണ്ടും ഫ്ലൈറ്റ് പിടിച്ച് റോക്കറ്റിലോട്ട് കയറി എയറിൽ പോകേണ്ട അവസ്ഥയിലെത്തിച്ചു. കഷ്ടപ്പെടേ. ഇതിനേക്കാളും കോമഡി ഒരു പെണ്ണായിട്ട് ഈ ലല്ലുബിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ട് ജയിലിലൊക്കെ കയറിയിട്ട് പോലീസിനെ വിളിച്ചിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ എന്തുവാ ലല്ലുവിനെ വിട്ടേന്നുള്ളൊരു ഇതുണ്ടായിരുന്നല്ലോ. ഫീഡിങ് മദർ ആണെങ്കിൽ ഓക്കെ, പോലീസ് ജാമ്യം കൊടുക്കും. കാരണം ഫീഡിങ് മദറാണ്. ആ കുഞ്ഞെപ്പോഴും ഈ അമ്മയുടെ അടുത്ത് വേണം. ഇത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് പോലീസ് അവനെ വെറുതെ വിട്ടത് എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ ഫസ്മീനെ. അത് ഏത് വകുപ്പിൽ വരും? ഫസ്മീനെ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ലല്ലുബിനെ വെറുതെ വിട്ട പോലീസുകാരുടെ ആ ഒരു മനസ്സേ, അതേത് വകുപ്പിൽ വരുന്നൊന്ന് പറഞ്ഞു തരണേ. ശരി എന്നാൽ ഞാൻ നിർത്തുക. ഈ അപരാധം ഇനി എനിക്ക് ചെയ്യാൻ വയ്യ. ഇതെനിയും കുറേ ഉണ്ട്. തൽക്കാലം ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു.